കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡ്. അർജുൻ, അർജുൻ എവിടെയാ? അമ്മ നാഗമാതാവേ, അർജുൻ. അർജുൻ, ഇത് പിടിച്ചോ. അമ്മ നാഗമാതാവേ, എന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യല്ലേ. എന്റെ അർജുനെ വെറുതെ വിടൂ അമ്മേ. ദയവ് ചെയ്ത് എന്നോട് കരുണ കാണിക്കൂ അമ്മേ. എന്റെ വിഷമം മനസ്സിലാക്കൂ. അമ്മേ നാഗമാതാവേ, ഒന്നും ചെയ്യില്ലേ. നാഗമാതാവേ, അർജുൻ. അമ്മേ വിരുതാദേവി, നീ തന്ന ഏലസ് ഇപ്പൊ എന്റെ ഭർത്താവിന്റെ കയ്യിലില്ല. അമ്മ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. രക്ഷിക്കമ്മേ. അർജുൻ, दंडन निष्ठुर प्रक्षय नभाषण संचार അർജുൻ. आरंभ निष्ठुर प्रक्षय नभाषण संचार അമ്മ നാഗമാതാവേ,
അർജുൻ. ഭവാനി, അമ്മേ, എനിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ രക്ഷിക്കേണ്ട നീ എന്റെ ഭർത്താവിനെ എന്തിനാ കൊല്ലാൻ ശ്രമിക്കുന്നത് നാഗമാതാവേ? നിനക്ക് ഞാൻ ശപഥം ചെയ്തു തന്നതുകൊണ്ട് നിന്നെ രക്ഷിക്കേണ്ടത് എന്റെ ചുമതലയായിരുന്നു. പക്ഷെ നിന്റെ ഭർത്താവ് തെറ്റ് ചെയ്തതുകൊണ്ട് ആ തെറ്റിന്റെ ശിക്ഷ കൊടുക്കേണ്ടത് എന്റെ കടമയാണ്. എന്നെ രക്ഷിക്കേണ്ടത് നിന്റെ കടമയാണെങ്കിൽ എന്റെ ഭർത്താവിനെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. നിന്റെ ഭർത്താവിനെ എന്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷിക്കാൻ കഴിയില്ല. എന്റെ ഭർത്താവിനെ എനിക്ക് രക്ഷിക്കാൻ കഴിയും. നിന്റെ വിശ്വാസം രക്ഷിക്കുമോ എന്റെ ശപഥം ജയിക്കുമോ എന്നുള്ളത് നമുക്ക് കാണാം. നിന്റെ രക്ഷയ്ക്കായി ഈ ഏലസുള്ള കാലം വരെയും നാഗമാതാവിന് നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അർജുൻ. ഭവാനി, ഒരു കുഴപ്പമില്ലല്ലോ ഭവാനി. ഭവാനി, നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ? മലി, ഞങ്ങൾക്ക് കുഴപ്പമില്ല. നിനക്ക് കുഴപ്പമില്ലല്ലോ? കാറ് മരത്തിലിടിച്ച ഉടനെ എന്റെ തലയിൽ എന്തോ വന്ന് തട്ടി. അപ്പൊ എന്റെ ബോധവും പോയി ഭവാനി. ഇത്രയും നേരം ഞാൻ കാറിനുള്ളിൽ മയങ്ങി കിടക്കുമായിരുന്നു. ബോധം വന്ന ഉടനെ നിങ്ങളെ തേടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാ. നിങ്ങൾ രണ്ടുപേർക്കും എന്തെങ്കിലും പറ്റിയായിരുന്നോ? കാറിൽ നിന്ന് തെറിച്ചു വീണല്ലേ, അതിന്റെ ചെറിയ മുറിവുകളുണ്ട് മല്ലി. നിനക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് ജീവൻ പോകാതെ നീ ഇന്ന് രക്ഷപ്പെട്ടു. ചെറിയ പരുക്കിനെ കുറിച്ച് പറഞ്ഞപ്പോ നീ എന്തിനാ ജീവനെ കുറിച്ചൊക്കെ പറയുന്നത്? അത് വേറെ ഒന്നുമില്ല ഭവാനി, ജീവൻ ഒരു ആപത്തും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞതാ. ശരി ഭവാനി, നമുക്ക് ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ ദർശിച്ചു വരാം. വരൂ. വാ അർജുൻ. എന്താ ശകുന്തള വല്ലാതിരിക്കുന്നേ? ക്ഷേത്രത്തിൽ പോയവരെ കാണുന്നില്ലല്ലോ. ഇത്രയ്ക്ക് താമസം എന്താണോ എന്തോ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അവരിങ്ങ് തിരിച്ചു വന്നു. മല്ലി അവരെ രണ്ടുപേരെയും പുറത്തോട്ട് കൂട്ടിക്കൊണ്ടു പോയത് ഉറപ്പായും ആ അർജുനെ കൊല്ലാൻ വേണ്ടി തന്നെയായിരിക്കും. എനിക്കതിൽ യാതൊരു സംശയവുമില്ല. എന്തു പറ്റി ചേച്ചി? എല്ലാരെയും കണ്ടിട്ട് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. അർജുനെയും ഭവാനിയും ക്ഷേത്രത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ മല്ലി കൂട്ടിക്കൊണ്ടു പോയിരിക്കുക. അവര് പുറത്ത് കടന്ന ഉടനെ ദൃഷ്ടിക്കോലം താഴെ വീണ് ഉടഞ്ഞുപോയി. അങ്ങനെ ഒരു അപശകുനം നടന്നതുകൊണ്ട് അവർക്കിനി എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. നിങ്ങളുടെ മകൻ മരിച്ചു പോയാൽ ഉറപ്പായും അത് അപശകുനം തന്നെയാണ്.
ചേച്ചി ഒന്നും സംഭവിക്കില്ല. നമ്മുടെ മല്ലിയല്ലേ കൂട്ടിക്കൊണ്ട് പോയത്. ചേച്ചി പേടിക്കാതെ. നിങ്ങളുടെ മകൻ മരിച്ചുപോയി എന്ന വാർത്ത കേൾക്കാൻ തയ്യാറായിരുന്നോ ചേച്ചി? കൗസല്യേ, അർജുനിലോ അല്ലെങ്കിൽ ഭവാനിക്കോ ഫോൺ ചെയ്തിട്ട് അവിടെ എന്താ സംഭവിച്ചത്, ഇപ്പൊ വരുന്നില്ലേ, അവരെന്താ വൈകുന്നത് എന്നൊക്കെയൊന്ന് വിളിച്ചന്വേഷിക്കുക. ഞാൻ 1-2 തവണ വിളിച്ചതാ, പക്ഷെ എടുക്കുന്നില്ല. അവൻ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചാൽ എന്ത്, വിളിച്ചില്ലെങ്കിൽ എന്ത്? ഭവാനി, ഞാൻ കാരണമല്ലേ നിങ്ങൾക്ക് ഈ അപകടം വന്നത്. നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് കരുതിയാ ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയത്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ദയവായി എന്നോട് ക്ഷമിക്കും ഭവാനി. എന്താ മല്ലി ഈ പറയുന്നേ? നീ ഈ വീട്ടിലെ ഒരു അംഗമല്ലേ? എപ്പോഴും ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കണമെന്നല്ലേ നീ ആഗ്രഹിക്കുന്നത്? എല്ലാവരും ഞങ്ങളെ കാത്തിരിക്കുക. അപ്പോ അവര് വന്നു മുത്തശ്ശി. ഭവാനി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നും പറ്റിയില്ല ഏട്ടത്തി. അർജുൻ, എന്താ ഒരു അടയാളം? ചത്തുപോവേണ്ടതായിരുന്നു. ഇവന് ഭാഗ്യമുള്ളത് കൊണ്ടാ ഇവൻ ജീവനോടെ തിരിച്ചു വന്ന് നിൽക്കുന്നേ. അമ്മേ, അത് പിന്നെ നടന്നതൊക്കെ പറഞ്ഞ എല്ലാവരും ടെൻഷനാവും അർജുൻ. എന്താ മിണ്ടാ നിൽക്കുന്നത്? എന്താ സംഭവിച്ചത്? ഏയ്, ഒന്നുമില്ല മുത്തശ്ശി. അത് കോവിലെ സ്റ്റെപ്പ് കയറുമ്പോ സ്ലിപ്പായി ചെറുതായിട്ടൊന്ന് വീണതാ. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോ ആയുർദോഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാ പറയുന്നേ? അത് പിന്നെ ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാ, അന്ന് സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണപ്പോ തല വന്ന് അവിടെ ഇടിച്ചില്ലേ, അങ്ങനെ സംഭവിച്ചാൽ ജീവന് പ്രശ്നം വരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പോയവരൊക്കെ എന്താ വരാത്തെ, എന്താ വൈകുന്നേന്നോർത്ത് എല്ലാരും വിഷമിച്ചിരിക്കുക. അപ്പോഴെന്തിനാ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യമൊക്കെ സംസാരിക്കുന്നേ? എന്നോട് ക്ഷമിക്കുക ചേച്ചി, വേറൊന്നും വിചാരിക്കരുത്. ഭവാനി, അർജുൻ പറഞ്ഞത് സത്യമാണോ? അതോ ഇനി ആ നാഗദേവത പിന്നാലെ വന്ന് എന്തെങ്കിലും ആപത്തുണ്ടാക്കിയോ? സത്യം എന്താണെന്ന് പറ. പറയാൻ പറ മോനെ. ഭവാനി, അർജുൻ, പറയേ. അങ്ങനെയൊന്നും സംഭവിച്ചില്ല അമ്മ. അർജുന്റെ കയ്യില് വിനിതാദേവി തന്ന ഏലസ് ഉള്ളതുകൊണ്ട് നാഗദേവതയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല.
ശരി ശരി, ഭാഗ്യമുള്ളതുകൊണ്ട് വലുതായൊന്നും സംഭവിക്കാതെ ചെറിയ മുറിവോടുകൂടി രക്ഷപ്പെട്ടു. നിങ്ങൾ രണ്ടുപേരും അകത്ത് പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക. ശരി. ശരി മുത്തശ്ശി. മല്ലി, അവരുടെ ശാന്തി മുഹൂർത്തം നടത്താമെന്ന് നീ വാക്ക് തന്നതുകൊണ്ട് നീ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. വാ പോവാം. കൗസല്യേ, വാ മോളെ. ഈ മല്ലിയുടെ രൂപത്തിലിരിക്കുന്ന നാഗമാതാവ് അവനെ കൊന്നിട്ട് വരുമെന്ന് കരുതിയപ്പോ ആ അപകടത്തിൽ നിന്ന് അവനെ രക്ഷിച്ച് ദേണ്ട ഒരു ബോഡി ഗാർഡ് പോലെ വന്നിരിക്കുന്നു. ഛേ, ആ ചേച്ചി ഇങ്ങനെ ചെറിയ വിഷയങ്ങൾക്ക് എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നത്? ഈ ടെൻഷൻ കണ്ടിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞതാ. ചേച്ചി അത് വേറെ രീതിയിലൊന്നും എടുക്കാതെ. അല്ലെങ്കിൽ തന്നെ ശരീരത്തിന് സുഖമില്ല. ചേച്ചി സന്തോഷമായിട്ടിരിക്കുക. ഇവിടെ എല്ലാവർക്കും നല്ലതേ സംഭവിക്കാവുന്ന ഞാൻ കരുതുന്നേ. ആർക്കും ദോഷം വരാൻ ഞാൻ ഒന്നും ചെയ്യില്ല. ചേച്ചി അത് മനസ്സിലാക്കിയാൽ മാത്രം മതി എനിക്ക്. എന്താ ആലോചിക്കുന്നത് അർജുൻ? ഇപ്പോഴല്ലേ അപ്പച്ചി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നത്? എന്റെ അച്ഛൻ മരിച്ചു പോയതിന്റെ ദുഃഖം ഇപ്പോഴും എന്റെ മുത്തശ്ശിക്ക് വിട്ടുമാറിയിട്ടില്ല. ഇങ്ങനെയുള്ള സമയത്ത് നടന്ന കാര്യങ്ങൾ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മുടെ കല്യാണത്തിന്റെ അന്നായാലും ശരി, ശാന്തി മുഹൂർത്തം നടക്കാനിരിക്കുന്ന ദിവസമായാലും നാഗമാതാവ് നിന്നെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ എന്ത് നടക്കുന്ന ആലോചിച്ച് വീട്ടിലുള്ളവരെല്ലാവരും ഭയന്നിരിക്കുക. ഇപ്പൊ ഇതുകൂടി അറിഞ്ഞാ അവരെല്ലാവരും പേടിച്ചു പോവും. അതുകൊണ്ടാ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞത് അർജുൻ. ഞാൻ ചിന്തിക്കുന്നത് ഇന്നിപ്പോ നടന്ന വിഷയത്തെക്കുറിച്ചല്ല, ഞാൻ ചെയ്തു പോയ ആ തെറ്റിനെ കുറിച്ചാണ്. നാഗദേവത എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതും ആ നാഗമാണിക്യത്തിന് വേണ്ടിയല്ലേ? ആ നാഗമാണിക്യം എന്തിനാ ആ മന്ത്രവാദി എടുത്തോണ്ട് പോയെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. ഇതില് ഇനി എന്താ അറിയാനുള്ളത് അർജുൻ? ആ മാണിക്യത്തിന് അത്ഭുത ശക്തി ഉള്ളതുകൊണ്ട്, അത് കയ്യിലുള്ളപ്പോൾ എന്തും സാധിക്കാമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് അവരെടുത്തോണ്ട് പോയതായിരിക്കാം. എന്തെങ്കിലും ചെയ്ത് ആ മന്ത്രവാദിനിൽ നിന്ന് നാഗമാണിക്യം തിരിച്ചെടുക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാ തോന്നുന്നത്. അത് ശരിയാണ് അർജുൻ. പക്ഷേ അത് നമ്മൾ എങ്ങനെ സ്വന്തമാക്കും അർജുൻ? ആ മന്ത്രവാദിനിയെ നമ്മൾ എങ്ങനെ പിടിക്കും?